വർഷമാണ് ഏറ്റവും നമ്പർ ഓഫ് സോങ്സ്, ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടുന്ന ഒരു വർഷം എനിക്ക് തോന്നുന്നു എൻഡ് ഓഫ് 90s ആ ഒരു സമയം. ഈ പറഞ്ഞ മാതിരി ജീവിതം പെട്ടെന്ന് അങ്ങ് പോയി എന്ന് പറയാം. കാരണം ഞാനിങ്ങനെ ഓരോ ദിവസവും രാവിലെ റെക്കോർഡിങ്ങിന് പോണു, രാത്രി തിരിച്ചു വരുന്നു, അങ്ങനെ പോയിട്ട് ഇപ്പൊ എത്ര വർഷമായി എന്ന് ചോദിച്ചാൽ എനിക്കൊരു കണക്കില്ലായിരുന്നു, എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ 25 വർഷമായ സമയത്ത് ഒരാൾ ഒരു ഇന്റർവ്യൂവിന് വന്നിട്ട് ചോദിക്കുമ്പോൾ 25 വർഷമായി ഞാൻ പാടി തുടങ്ങിയിട്ടെന്നുള്ള എനിക്ക് തന്നെ തിരിച്ചറിയുന്നത്. അങ്ങനെ അത്ര സ്പീഡിൽ അങ്ങ് പോയി കാലഘട്ടം എന്ന് പറയാം. എൻ്റെ അങ്ങനെയാണ് ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഞാൻ പൊതുവെ കുറച്ച് വർക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ വലുതായിട്ട് ഹോളിഡേക്കൊന്നും അധികം പോയിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരാണെങ്കിൽ എനിക്ക് നമുക്കിഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു മടുപ്പ് അല്ലെങ്കിൽ അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. എനിക്ക് സന്തോഷം കിട്ടുന്നത് ഇത് തന്നെയാണ്, പാടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം. പിന്നെ വീഡിയോ ഗെയിമൊക്കെ അത്യാവശ്യം കളിക്കും. അതെനിക്കൊരു വോയിസ് റെസ്റ്റ്, റിലാക്സേഷൻ, അതിന് വേണ്ടിയിട്ട് വീഡിയോ ഗെയിം കളിക്കും. പിന്നെ വരുന്ന മെസ്സേജസിനൊക്കെ പണ്ട് ഞാൻ എല്ലാവർക്കും അന്നന്ന് തന്നെ റിപ്ലൈ ചെയ്യുമായിരുന്നു. ഇപ്പോൾ അത് അന്നന്ന് പറ്റാറില്ല. പണ്ടത്തേക്കാൾ ഇപ്പോൾ കുറച്ചുകൂടെ ബിസിയാണ്. പക്ഷേ റെക്കോർഡിങ്സിൽ ബിസി എന്നുള്ളതല്ല, എന്തെങ്കിലും ഉള്ള ആക്ടിവിറ്റീസിൽ ബിസി ആയി പോയത് കൊണ്ട് ചിലപ്പോൾ 2 ദിവസം കൂടുമ്പോഴായിരിക്കും എനിക്കൊന്ന് മെസ്സേജും ഇമെയിലൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ എല്ലാത്തിനും റിപ്ലൈ കഴിവതും അയക്കാറുണ്ട്. അപ്പൊ ആ സമയത്ത് എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻ വന്നു എങ്കിൽ ചിലപ്പോൾ വിട്ടുപോകും, അല്ലെങ്കിൽ ഞാൻ എല്ലാവർക്കും റിപ്ലൈ അയക്കാറുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് ഞാൻ കേൾക്കുന്നത് മീര ഭജൻസ് എനിക്ക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടം. ലതാജിയുടെ മീര ഭജൻസ് കേൾക്കാറുണ്ട്. ആശാജിയുടെ ചില ഗസൽസ് ഭയങ്കര ഇഷ്ടമായിട്ട് കേൾക്കാറുണ്ട്. ജാനകി അമ്മ തന്നെ കമ്പോസ് ചെയ്ത് പാടിയ കുറെ മീര ഭജൻസ് ഉണ്ട്. അമ്മ തന്നെ കമ്പോസ് ചെയ്ത് അതൊക്കെ എനിക്ക് അമ്മ അയച്ചു തന്നിട്ടുണ്ട്, അത് കേൾക്കാറുണ്ട്. പിന്നെ പഴയ സുശീലാമ്മയുടെ പാട്ടുകൾ, ദാസേട്ടൻ്റെ പാട്ടുകൾ, സ്പിബി സാറിൻ്റെ പാട്ടുകൾ, അങ്ങനെ പഴയ പാട്ടുകളാണ് ഞാൻ കൂടുതലും. അത് മെലഡിയാണ് എനിക്ക് കേൾക്കാൻ ഇഷ്ടം. ഞാൻ എന്നെ റിലാക്സ് ചെയ്യിപ്പിക്കുന്നത് അങ്ങനത്തെ പാട്ടുകൾ കേട്ടോ. എൻ്റെ സ്വന്തം പാട്ട് ഇപ്പൊ ഒരു പാട്ട് ഇറങ്ങി എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം അതൊന്ന് കേൾക്കും, അതെങ്ങനെ ഇരിക്കണമെന്ന് കേൾക്കും എന്നുള്ളതല്ലാതെ. പിന്നെ ഈ റിയാലിറ്റി ഷോസിന് വരുമ്പോൾ കുട്ടികൾ പാടുന്നത്, അപ്പൊ അവർ ഇന്ന പാട്ടാണ് പാടുന്നത് ഞാൻ നേരത്തെ ഒന്ന് കേട്ട് വയ്ക്കും. ഞാൻ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയണമെങ്കിൽ എനിക്കൊന്ന് അറിയണമല്ലോ, അറിയാമെങ്കിൽ. നന്ദന പോയ ശേഷമാണ് ഒരുപാട് കുട്ടികൾ എന്നെ അമ്മയായിട്ട്, അവരുടെ അമ്മയെ ഞാനുമായിട്ട് എന്തോ ഒരു കണക്ഷൻ, അതിൽ എസ്പെഷ്യലി അമ്മമാരില്ലാത്ത കുട്ടികളുണ്ട്, അവർക്കൊക്കെ അവരുടെ അമ്മയായിട്ട് എന്നെ കണ്ടു തുടങ്ങി. അപ്പൊ അതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടികൾ എന്നെ വീട്ടിൽ വന്നു തുടങ്ങിയത്. തന്നെ ആ ഒരു കൂടുതൽ അവരുടെ, ഇപ്പൊ ഞാൻ പറയില്ല, ഇപ്പൊ എനിക്ക് ഒരു മോള് പോയെങ്കിൽ പകരം ഇപ്പൊ കുറെ മക്കളുണ്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോയതാണ്. അവരൊക്കെ എന്നെ ഇപ്പോഴും അമ്മയെന്ന് വിളിക്കലും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹം അവരെനിക്ക് തരുന്നുണ്ട്. കൃഷ്ണനുമായിട്ടുള്ള ഒരു അടുപ്പം അതെനിക്ക് എങ്ങനെ വന്നു എന്ന് എനിക്ക് പറയാൻ അറിയില്ല. എനിക്ക് എങ്ങനെയോ ഒരു വിട്ട് കളയാൻ പറ്റാത്തൊരു ബന്ധമാണ് എനിക്ക്. ഞാൻ ഏകാദശി വ്രതം എടുക്കുന്നുണ്ട്. എവിടെ പോയാലും ഞാൻ ഇതുവരെ മുടക്കിയിട്ടില്ല. ഇടയ്ക്ക് എൻ്റെ സർജറി കഴിഞ്ഞ സമയത്ത് മാത്രം, സർജറി കഴിഞ്ഞതിന്റെ 3-ാം ദിവസം ഏകാദശിയായിരുന്നു. ഞാനിങ്ങനെ മനസ്സുകൊണ്ട് വിഷമിച്ചിരിക്കുന്നയോ എനിക്ക് ഇപ്രാവശ്യം വ്രതം എടുക്കാൻ വെച്ചാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആന്റിബയോട്ടിക്സ് തരുന്നതുകൊണ്ട് എനിക്ക് ഡയറ്റ് നോക്കാൻ പറ്റില്ല. ഏകാദശിക്ക് ഫ്രൂട്ട്സ് മാത്രമേ കഴിക്കാവൂ. അപ്പൊ നമ്മൾ ഈ ഒരു കിടക്കുന്ന സമയത്ത് ഫ്രൂട്ട്സ് കഴിച്ചാൽ ഗ്യാസ് ഫോർമേഷൻ, അപ്പൊ ഡോക്ടർ പറഞ്ഞ് നോക്കാൻ പറ്റില്ല, അന്ന് പ്രോപ്പർ ആയിട്ടുള്ള ഫുഡ്, ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം. നോൺ വെജ് ഞാൻ ഒന്നും നോൺ വെജ് അല്ലെങ്കിലും ഞാൻ കഴിക്കില്ല, പക്ഷെ മുട്ട ദിവസവും കഴിക്കാൻ പറഞ്ഞിരുന്നു, ഈ എൻ്റെ ജനറൽ ഹെൽത്തിന് വേണ്ടി, പ്രോട്ടീനിനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ അതൊന്നും ഞാൻ കഴിച്ചിട്ടില്ലെങ്കിലും ഫുഡ് കഴിക്കേണ്ടി വന്നു അന്ന്. കാരണം മരുന്ന്, സ്ട്രോങ് ആയിട്ടുള്ള ആന്റിബയോട്ടിക്സ് എടുക്കുന്നത് കൊണ്ട് കഴിച്ചേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒരെണ്ണം മുടങ്ങിപ്പോയി എന്നുള്ളതൊഴികെ ബാക്കി ഒന്നും കഴിവതും മുടക്കാറില്ല. പിന്നെ അതിന്റെ മുമ്പോ ശേഷമോ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു 2-3 ഡേയ്സിന്റെ ഉള്ളിൽ എൻ്റെ കയ്യിൽ ഒരു കൃഷ്ണൻ വരും, ആരെങ്കിലും എനിക്ക് കൊണ്ടുതരും. അത്രയുള്ള കൃഷ്ണനായിരിക്കാം, ഒരു വലിയ കൃഷ്ണനായിരിക്കാം, എന്തായാലും എൻ്റെ അടുത്ത് ഒരു ഉണ്ണികൃഷ്ണൻ വരും. ഇത്രയും നേരം എൻ്റെ കഥകളെല്ലാം കേട്ടുകൊണ്ടിരുന്ന ദൂരദർശന്റെ എല്ലാ പ്രേക്ഷകരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും